നമസ്കാരം. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ഇഞ്ചോടിഞ്ചിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് 10 ചോദ്യങ്ങളായിട്ടാണ് ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറയുന്നുണ്ട് ആശ്രയ സമ്മാന പെരുമഴ 2025 ഡിസംബർ അവസാനത്തോടു കൂടിയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. പല ആൾക്കാരെയും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ സഹായിക്കുക എന്നുള്ളവരെ അങ്ങനെയുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ യാത്ര. 100 വീടുകൾ എന്നുള്ളൊരു ലക്ഷ്യമാണ്. അതിൻ്റെ ആദ്യപടി എന്നുള്ള രീതിയിൽ 5 വീടുകൾ പാവപ്പെട്ടവർക്ക് നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിലാണ് ഞങ്ങളുടെ ചാനലും ടീം അംഗങ്ങളൊക്കെ. അപ്പോൾ തുടങ്ങാണ് ഇഞ്ചോടിഞ്ചിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇഞ്ചോടിഞ്ചിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. കുറച്ച് ചോദ്യങ്ങൾ, ഫണ്ണി ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് അല്ലെങ്കിൽ ഇന്ന് മത്സരിക്കാൻ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ടീമുകൾ, നമസ്കാരം. സുഖമായിരിക്കുന്നു? പേരെന്താണ്? താങ്കളുടെ ചിരി വളരെ സുന്ദരമാണെന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടോ? സ്വന്തം സ്ഥലം എവിടെയാണ്? കണ്ണൂരാണ്. കണ്ണൂർ എവിടെ? ഞാൻ പുതിയൊരു കാരണം കേട്ടോ, ചിറക്കൽ. തിരുവനന്തപുരത്ത് എന്താ പരിപാടി? എപ്പോൾ ഒന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് എപ്പോൾ എത്തി? ഇന്നലെ. ഓക്കെ. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് കണ്ണൂരാണോ അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരമാണോ? കാണാൻ തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? തുടങ്ങിയിട്ടുള്ളൂ. ശരി. എന്താണ് ജോലി? എന്താണ്? പുറത്താണ്. ഓക്കെ. പേരെന്താണ്? പൃഥുല. എന്തെങ്കിലും ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, വീട്ടു ജോലി തന്നെ അല്ലേ? ഓക്കെ, ശരി. പേരെന്താണ്? ഓക്കെ. നിങ്ങൾ തിരുവനന്തപുരത്താണോ? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് എവിടെയാ? അമ്പലമുക്കിലാണ്. ശരി. ഓക്കെ. ഹായ്, എന്താ വാവയുടെ പേരെന്താ? ആർച്ച. സുഖമായിരിക്കുന്നു? ഓക്കെ. എത്ര വർഷമായി തിരുവനന്തപുരത്ത്? ഇവിടെ തന്നെയാണ്? ഇവിടെ തന്നെയാണ്. ഓക്കെ. എന്താണ് ജോലി? എന്താണ് ചെയ്യുന്നത്? റിസർച്ചാണ്. ശരി. ഓക്കെ. അപ്പോൾ പൊതുവെ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സ്ഥലങ്ങളൊക്കെ ഇവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഓണാഘോഷമൊക്കെ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ഇവരുടെ? അല്ല, തിരിച്ചു പോകും അല്ലേ? നാട്ടിലേക്ക് പോകും. ഓണം എന്തുകൊണ്ട് നമ്മളൊരു ഫ്രണ്ട്സിനോടൊപ്പം തിരുവനന്തപുരത്ത് ആഘോഷിക്കുന്നില്ല? നാടാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നിയാണോ? നാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്. ശരി. ഓക്കെ. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇഞ്ചോടിഞ്ച് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ചോദിക്കുന്ന കുറച്ച് ഫണ്ണി ചോദ്യങ്ങളൊക്കെയാണ്. നമ്മളെ നാട് വൈബല്ലേ? അത് വേറെ എല്ലാവരാണ്. ശരി. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. ആരാണോ കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്കുള്ളതാണ് സമ്മാനം. ഇൻഡിവിജ്വലായിട്ടല്ല, ഞാൻ പൊതുവായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ, 10 ചോദ്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഫണ്ണിയാണ്, അതുകൊണ്ട് ഭീകരമായിട്ടൊന്നും ചിന്തിക്കേണ്ട, സിമ്പിളായിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ചോദിക്കും. നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ട് ഓരോ പേരുകളുണ്ട് അല്ലേ? വലിയ പേരുകളുണ്ട്, ചെറിയ പേരുകളുണ്ട്. എന്നാൽ ചിരിക്കാൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? കുസൃതിയാണ്. ചിരിക്കാൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? ചിരിക്കാൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? ഒരു കുസൃതിയാണ്. ഇംഗ്ലീഷ് അക്ഷരം ചിരിക്കാൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. ഒന്ന് ചിരിച്ചേ. റൈറ്റ് ആൻസർ. ഓക്കെ. ഭയങ്കരമാണല്ലോ അല്ലേ? ഭയങ്കരമാണല്ലോ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം. വടി കളഞ്ഞാൽ ശരീരത്തിന്റെ ഒരു ഭാഗമാകുന്ന വസ്തു. പേരിൽ വടി എന്നുള്ളതിൻ്റെ മറ്റൊരു പേര്. ആ പേര് കളഞ്ഞാൽ ശരീരത്തിൻ്റെ ഒരു ഭാഗമാകുന്ന ഒരു വസ്തു, ഒരു പ്രൊഡക്റ്റ് ഏതാണ്? വടി കളഞ്ഞാൽ ശരീരത്തിൻ്റെ ഒരു ഭാഗം. ഒരു ക്ലൂ തരാം. ഉപയോഗിക്കുന്നത് കൂടുതൽ സൗന്ദര്യമായി ബന്ധപ്പെട്ടുള്ള സൗന്ദര്യവർദ്ധന വസ്തു എന്നാണ്. ലിപ്സ്റ്റിക്. റൈറ്റ് ആൻസർ. ശരി. അടുത്ത ചോദ്യം. നിശ്ചിത ദൂരത്തിൽ മാത്രം യാത്ര ചെയ്യുന്ന എനിക്ക് നിങ്ങളുടെ കൈയുടെ സഹായമുണ്ടെങ്കിലേ മുന്നോട്ടും പിറകോട്ടും പോകാനാവും. അതായത് യാത്രകൾ എന്നും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലേ? ചിലപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്, ബൈ റോഡ്, അതുപോലെ തന്നെ ട്രെയിനിൽ, ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ചോദ്യം ഇതാണ്, നിശ്ചിത ദൂരത്തിൽ മാത്രം യാത്ര ചെയ്യുന്ന എനിക്ക് നിങ്ങളുടെ സഹായത്തോടെ മാത്രമേ മുന്നോട്ടും പിറകോട്ടും പോകാൻ സാധിക്കൂ. സിമ്പിളാണ്. നിശ്ചിത ദൂരത്തിൽ മാത്രം യാത്ര ചെയ്യുന്ന എനിക്ക് നിങ്ങളുടെ കൈയുടെ സഹായമുണ്ടെങ്കിലേ മുന്നോട്ടും പിറകോട്ടും പോകാൻ പറ്റും. പക്ഷേ അത് നിശ്ചിത ദൂരത്തിൽ മാത്രമാണ് യാത്ര ചെയ്യുന്നത്. മീൻസ് കാറെന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ചെയ്യുന്ന, പക്ഷേ അതിനൊരു ദൂരവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിനൊരു നിശ്ചിത ദൂരം മാത്രമേ ഉണ്ടാവൂ. കൈയുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ മുന്നോട്ടും പിറകോട്ടും പോകാൻ പറ്റും. അല്ല. ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്കിതിനെ ഒരു കണക്ട് ചെയ്യാം. നിശ്ചിത ദൂരത്തിൽ മാത്രം യാത്ര ചെയ്യുന്ന ഇതിനെ നമുക്ക് മുന്നോട്ടും പിറകോട്ടും ചലിപ്പിക്കണമെങ്കിൽ നമ്മളുടെ കൈയുടെ ഒരു സഹായം വേണം. എല്ലാവരും ഉപയോഗിക്കുന്നത് ട്രാവലിംഗ്. ഇവിടെയും കാണാം, ഇവിടെയും ഉണ്ടാവും. സിമ്പിൾ, വളരെ സിമ്പിളാണ്. ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ദൂരയാത്രയൊക്കെ പോകുന്ന സമയത്ത് നമ്മളെല്ലാം കളക്ട് ചെയ്ത് പോകുന്ന ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഇത്. ഉത്തരം. നിശ്ചയ ദൂരത്തിൽ മാത്രമേ ഇത് യാത്ര ചെയ്യൂ, പക്ഷെ നമ്മുടെ കൈയുടെ സിബ്. റൈറ്റ് ആൻസർ. നമ്മളൊക്കെ ആലോചിച്ച് നിർക്കുന്ന ആലോചിച്ച് തുടങ്ങി.
ശരി, അടുത്ത ചോദ്യം. ഉപദ്രവകാരിയായിട്ടുള്ള ഒരു ജീവിയുടെ പേരുള്ള ഇലക്ട്രോണിക് സാധനം ഏതാണ്? എനിക്ക് എൻ്റെ കയ്യിലുള്ള ഉത്തരം തന്നെ വേണമെന്നില്ല, അതുമായി ആപ്റ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു ഉത്തരം പറഞ്ഞാലും ഞാൻ സമ്മാനം തരാം. ഉപദ്രവകാരിയായിട്ടുള്ള ജീവിയുടെ പേരുള്ള ഒരു ഇലക്ട്രോണിക് സാധനം ഏതാണ്? ജോലിയുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇന്ന് എല്ലാ വീടുകളിലും ഉണ്ട്, മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാവും. അതായത് മൈക്രോവേവ് അല്ല, ഉപദ്രവകാരിയായിട്ടുള്ള ഒരു ജീവിയുടെ പേരുള്ള ഇലക്ട്രോണിക് സാധനം. മൗസ്. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ, മൗസ്. ഓക്കെ, അടുത്ത ചോദ്യം. ഉപയോഗം എന്ത് ഉപയോഗിക്കുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ പിന്നെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അത് മോശമാണെങ്കിൽ നമ്മൾ പറയും, മറ്റുള്ളവർക്ക് ഒരു ഉപദേശം കൊടുക്കും, അത് ഉപയോഗിക്കരുത്, അത് മോശമാണെന്ന് പറയും. ചോദ്യം ഇതാണ്: ഉപയോഗത്തിൻ്റെ ആദ്യ സമയം നിങ്ങൾക്ക് എൻ്റെ ശക്തിയുള്ളൊരു ശബ്ദം കേൾക്കാം. ഉപയോഗത്തിൻ്റെ ആദ്യ സമയം നിങ്ങൾക്ക് എൻ്റെ ശക്തിയുള്ളൊരു ശബ്ദം കേൾക്കാം. പിന്നീട് ഉപയോഗത്തിനനുസരിച്ച് എൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റില്ല. സ്വാദ് മാത്രമേ അറിയാൻ പറ്റൂ. എന്താണ്? പെട്ടെന്ന് പറയാൻ പറ്റും. ഉപയോഗത്തിൻ്റെ ആദ്യ സമയം ശക്തിയുള്ള ഒരു ശബ്ദം എന്നിൽ നിന്നും കേൾക്കാം. ഉപയോഗത്തിൻ്റെ ആദ്യ സമയം നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേൾക്കാം. പിന്നീട് ഉപയോഗത്തിനനുസരിച്ച് ഇതിൻ്റെ ശബ്ദം കുറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നീട് അത് സ്വാദ് മാത്രമേ അറിയാൻ പറ്റൂ. കുസൃതിയാണ്, ആ രീതിയിൽ എടുത്താൽ മതി. നമുക്ക് സോഡ. റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു നിറത്തിൻ്റെ പേരും ചിലർ കഴിക്കുന്നതും കഴിക്കാത്തതുമായ ഒരു സാധനത്തിൻ്റെ പേരും ചേർന്നാൽ നിയമവിരുദ്ധമായ ഒരു സാധനത്തിൻ്റെ പേരായി മാറും. അതായത് ഒരു നിറത്തിൻ്റെ പേരും ചിലർ കഴിക്കുന്നതും ചിലർ കഴിക്കാത്തതുമായിട്ടുള്ള ഒരു സാധനത്തിൻ്റെ പേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഒരു സാധനത്തിൻ്റെ പേരായി മാറും. എന്താണ്? ഒരു നിറത്തിൻ്റെ പേരും ചിലർ കഴിക്കുന്നതും ചിലർ കഴിക്കാത്തതുമായ ഒരു സാധനത്തിൻ്റെ പേരും കൂടി ഈ നിറത്തിനോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു സാധനത്തിൻ്റെ പേരായിട്ട് മാറും. അത് നിയമവിരുദ്ധമാണ്, അത് ഭയങ്കര പ്രശ്നമുള്ള ഒരു സാധനമാണ്. എന്നാൽ അതിലൊരു നിറത്തിൻ്റെ പേര് ഒളിഞ്ഞു കിടക്കുന്നു. ബ്രൗൺ ഷുഗർ. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. എന്നോട്ടാ. ഓക്കെ, അടുത്ത ചോദ്യം കേട്ടോ. മിക്ക മൊബൈൽ ഫോണിലും കാണുന്ന വാഹനം. പെട്ടെന്ന് പറ. മിക്ക മൊബൈൽ ഫോണിലും കാണുന്ന വാഹനം. മിക്കവാറും എല്ലാ മൊബൈൽ ഫോണിലും ഈ ഒരു വാഹനത്തിൻ്റെ പേരുണ്ട്. അല്ല, വാഹനം. മിക്ക മൊബൈൽ ഫോണിലും കാണുന്ന ഒരു വാഹനത്തിൻ്റെ പേര്. സിമ്പിൾ, വളരെ സിമ്പിളാണ്. മിക്ക മൊബൈൽ ഫോണിലും കാണുന്ന വാഹനത്തിൻ്റെ പേര് ഒരു വാഹനത്തിൻ്റെ പേര് അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. മിക്ക മൊബൈൽ ഫോണുകളിലും കാണുന്ന വാഹനത്തിൻ്റെ പേര്. ഈ വാഹനത്തിൽ നമ്മൾ മിക്കവാറും ആൾക്കാരൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ എല്ലാവരും യാത്ര ചെയ്തിട്ടുണ്ടാവും. മിക്ക മൊബൈൽ ഫോണിൻ്റെ ഉള്ളിലും കാണപ്പെടുന്ന ഒരു വാഹനം. ഫ്ലൈറ്റ് മോഡ്. റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം കേട്ടോ. ഈ അമ്മയെ ചുംബിച്ച് മരിക്കുന്നതാരാണ്? അമ്മയെ ചുംബിച്ചിട്ട് മരിക്കും, ഇല്ലാതാവും. അമ്മയെ ചുംബിച്ച്, അല്ല അത് കുഴപ്പമില്ല, പറഞ്ഞോ, അത് കുഴപ്പമില്ല, അതിലൊന്നും അറിയത്തില്ലല്ലോ. ഇത് ജിക്കാണ് നിങ്ങൾ കിടപെടാന്ന് ഉത്തരം പറഞ്ഞു, അത് പറയില്ല എന്നാണോ? അമ്മയെ ചുംബിച്ച് മരിക്കുന്നവരാണ്. അമ്മയെ ചുംബിച്ച് മരണപ്പെടും, പിന്നീട് അതിനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അമ്മയെ ചുംബിച്ച് മരിക്കുന്നവരാണ്. അമ്മയെ ചുംബിക്കും, അത് മരണപ്പെടും. യെസ്, റൈറ്റ് ആൻസർ. തീപ്പെട്ടി കൊള്ളി. ഓക്കെ, അടുത്ത ചോദ്യം. പല മരങ്ങളുണ്ട്, നമുക്കറിയാം. ഈ വിഷു എന്ന് പറയുമ്പോൾ കൊന്നമരം നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ്. അതുപോലെ ഓരോ ആഘോഷങ്ങളിലും നമ്മൾ മരങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യം. പേരിൽ തന്നെ ദുഃഖം ഒളിഞ്ഞു കിടക്കുന്ന ഒരു മരം ഏതാണെന്നറിയോ? പേരിൽ ദുഃഖം ഒളിഞ്ഞു കിടക്കുന്ന ഒരു മരം. പക്ഷെ അതിൻ്റെ പുറകിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. ആ മരത്തിൻ്റെ പുറകിൽ പേരിനുള്ളിൽ ഒരു ദുഃഖം എന്ന വാക്ക് ഒളിഞ്ഞു കിടക്കുന്ന മരം. നമ്മൾ കണ്ണൂരൊക്കെ സുലഭമായിട്ട് കാണുന്ന ഒരു മരമാണ്. ചേച്ചൂരാണേ. അവൻ നിയർ ബൈ ഒരു 5-6 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ അല്ലേ? ചിറക്കൽ എന്നൊക്കെ പറയുന്നത്. ആൽമരമല്ല, പേരിൽ തന്നെ ഒരു ദുഃഖം ഒളിഞ്ഞു കിടക്കും. ദുഃഖത്തിൻ്റെ മറ്റൊരു പേര് ഒളിഞ്ഞു കിടക്കുന്ന മരം. അതിൻ്റെ പുറകിൽ ഒരു ചരിത്രമുണ്ട്, ഒരു കഥയുണ്ട്, ഭയങ്കരമായിട്ടൊരു കഥ. ശരി, അശോകമരം എന്ന് പറയും. അശോകമരം, ശോകം. ഓക്കെ, ലാസ്റ്റ് ചോദ്യം കേട്ടോ. ലാസ്റ്റ് ചോദ്യം. എനിക്ക് ജീവനില്ല, എന്നാൽ എല്ലാ സത്യങ്ങൾക്കും അസത്യങ്ങൾക്കും ഞാൻ സാക്ഷിയാണ്. അതായത് എനിക്ക് ജീവനില്ല, പക്ഷേ എൻ്റെ മുമ്പിൽ നടക്കുന്ന എല്ലാ സത്യങ്ങൾക്കും അസത്യങ്ങൾക്കും ഞാൻ സാക്ഷിയാണ്. അല്ല, അതായത് ക്യാമറയ്ക്ക് മുമ്പിൽ എന്ന് പറയുന്നത് ചിലപ്പോൾ സന്തോഷമൊക്കെ വരാം. ഇതങ്ങനെയില്ല, വെറും സത്യങ്ങളും അസത്യങ്ങളും മാത്രം കൂടുതലായിട്ടും നടക്കുന്ന ജീവനില്ലാത്ത ഈ ഒരു വസ്തുവിന് മുമ്പിൽ വെച്ചാണ് നടക്കുന്നത്. കോടതിയിൽ. റൈറ്റ് ആൻസർ. യെസ്. ഓക്കെ.
നീതി ദേവത എന്ന് പറയും. ഓക്കെ. അപ്പൊ പേരെന്നൊന്നുകൂടി പറഞ്ഞേ? മൃദുല. അപ്പൊ ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് മൃദുലയാണ്. അപ്പൊ ഇഞ്ചോടിഞ്ചിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ വിജയ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട മൃദുലയാണ്. മൃദുലയ്ക്ക് ഞങ്ങളുടെ ഇഞ്ചോടിഞ്ചി നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. ഏതാണ്ട് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. കാരണം കണ്ണൂരുള്ള ഒരു ടീമിന് ഇത്രയും കിലോമീറ്റർ ഇപ്പുറം വന്നിട്ട് തിരുവനന്തപുരത്ത് ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടി കണ്ണൂരുകാരന് സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ VMTV ചാനൽ നൽകുന്ന നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ സമ്മാനം, അതോടൊപ്പം തന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും ഇഞ്ചോടിഞ്ചിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ ചോദ്യമായിട്ട് പുതിയ മുഖങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. ബൈ.